ഹായ് ഹലോ വെൽക്കം ടു ട്രിവാൻഡ്രം ഫൈൻസ്. നവരാത്രി എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രംകാരുടെ ഒരു പ്രത്യേകതര ഫീലാണ്. നവരാത്രിയോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേർന്നു. നവരാത്രി എന്ന് പറയുമ്പോൾ 9 രാത്രികളെ ആഘോഷിക്കുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണ്. ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ തിരുവിതാംകൂർ രാജവംശം ആദ്യകാലത്ത് അവിടെയായിരുന്നു, തമിഴ്നാട്ടിലായിരുന്നു, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്. അതിനുശേഷം തിരുവിതാംകൂറിലേക്ക് ഇവിടെ മാറിയ സമയത്ത് വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി ദേവിയെ തേവാരക്കെട്ട് പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവരുന്ന സമയത്ത് ദേവിക്ക് അകമ്പടിയായിട്ട് കുമാരസ്വാമി, വേളിമല കുമാരസ്വാമിയും, അപ്പോൾ ഒരു സ്ത്രീയാണല്ലോ സരസ്വതി ദേവി. അപ്പോൾ സരസ്വതി ദേവിക്ക് ആകുമ്പോഴായിട്ട് 301 അംഗ എന്ന ദേവി, അത് ശുശീന്ദ്രം, അവിടുന്നാണ് ആ ദേവി വരുന്നത്. അങ്ങനെ അകമ്പടിയോടുകൂടി എല്ലാ വർഷവും നവരാത്രിക്ക് മുന്നോടിയായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് സരസ്വതി ദേവിയെ ഉപ്പരിക്ക മാളികയിൽ ഇവിടെ നമ്മുടെ പൂജപ്പുര മണ്ഡപത്തിലും, അതുപോലെ തന്നെ നമ്മുടെ മുരുകസ്വാമിയെ വലിയശാല അമ്പലത്തിലും, ചെന്തിട്ടയിൽ 300 അംഗ ദേവിയെയും അവിടെ പ്രതിഷ്ഠിച്ച് 9 ദിവസം നവരാത്രി ആഘോഷിക്കും. 10ാം ദിവസം വിജയദശമി ദിവസം പൂജ വിദ്യാരംഭം നടത്തുകയും, അതുപോലെ കുമാരസ്വാമി പൂജപ്പുര എഴുന്നള്ളി അവിടുന്ന് അദ്ദേഹത്തിൻ്റെ പിതാസ്ഥാനമുള്ള ചെങ്കളൂർ മഹാദേവൻ്റെ അവിടുന്ന് പാൽക്കാവടി അഭിഷേകമൊക്കെ നടത്തി അങ്ങനെ തിരുവിതാംകൂറിൻ്റെ ഒരു സാംസ്കാരിക ഉത്സവമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. വളരെ ഗംഭീരമായി നവരാത്രി ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സാംസ്കാരിക ഉത്സവമാണ്. എല്ലാവരും ജാതി മത ഭേദമന്യേ ഈ ഉത്സവം കൊണ്ടാടിക്കൊണ്ടിരിക്കുക. എല്ലാ വർഷവും ഇത് ആഘോഷിക്കാറുണ്ട്. വർഷങ്ങളാണ്, എത്രയോ വർഷം, അനാദികാലം മുതൽ നടക്കുകയാണ്. ഇപ്പോൾ അതിന് ഒത്തിരി പ്രൗഢി വർദ്ധിച്ചിട്ടുണ്ട്, ആളുകളുടെ ജനപങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജനകീയ സമിതികളും അതുപോലെ ഗവൺമെൻറ്റും ഹൈന്ദവ സംഘടനകളും എല്ലാം സജീവമായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ജനപങ്കാളിത്തം കൊണ്ടും എല്ലാം കൊണ്ടും വളരെ വലിയൊരു ഗംഭീരമായ ഒരു ഓണം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നവരാണ് നവരാത്രി മഹോത്സവം.